ശംശികായിക സ്തുതിയായിരിക്കട്ടെ. ഓഷ്യൻ സ്റ്റാർ മിനിസ്റ്ററീസ് നമ്മുടെ സഭയുടെ പ്രത്യേകമായിട്ട് ഇവാഞ്ചലൈസേഷൻ കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ മനസ്സറിഞ്ഞ് ദൈവഹിതം നിറവേറ്റാനായിട്ട് ദൈവവചനത്തെ എല്ലായിടത്തും എത്തിക്കുക. അതാണല്ലോ സഭയുടെ ദൗത്യം. ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ പൂർണ്ണത അതാണ്. എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക. എല്ലാവരും വചനം കേൾക്കുക. കാരണം അത് രക്ഷയുടെ സന്ദേശമാണ്. നമ്മുടെ രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ രക്ഷയ്ക്ക്, എല്ലാത്തിൻ്റെയും രക്ഷയ്ക്ക്. അപ്പോൾ എല്ലായിടത്തും ദൈവവചനം പ്രഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവരാജ്യം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ക്രമം ഉണ്ടാകും. അതുകൊണ്ടാണ് സഭയെ പ്രത്യേകമായിട്ട് മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയെയും അഭിഷേകം ചെയ്യുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് ഈ സുവിശേഷ പ്രഘോഷണം. രക്ഷയുടെ സന്ദേശം എല്ലാവർക്കും നൽകുക. അത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. മാമോദിസ സ്വീകരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ രക്ഷയിലേക്ക് വന്നു. രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ അംഗമായി രക്ഷകനെ അറിഞ്ഞു. ആ അറിവ് പങ്കുവെച്ച് കൊടുക്കുക, പകർന്നു കൊടുക്കുക, എല്ലാവർക്കും നൽകുക. അതാണ് സുവിശേഷത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. പിതാവായ ദൈവം പുത്രനെ നമുക്ക് നൽകി, വചനം നമുക്ക് നൽകി. വചനം ഈശോയാണല്ലോ. പിതാവ് പുത്രനെ നമുക്ക് നൽകി. പുത്രനിലൂടെ നമുക്ക് രക്ഷ നേടി. ഈ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം, അതായത് സുവിശേഷ സന്ദേശം, ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിഞ്ഞു, അനുഭവിച്ചു. ഇതുതന്നെയാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ഞങ്ങൾ അനാദിയിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, കൈകൾ കൊണ്ട് സ്പർശിച്ചത്, സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൗത്യമാണ് നമുക്കെല്ലാം ഉള്ളത്. അത് ഉത്സാഹത്തോടെ, ആവേശത്തോടെ, ഉണർവോടെ, ത്യാഗപൂർവ്വം അനുഷ്ഠിക്കാൻ നമുക്ക് കടമയുണ്ട്. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസ് അതിനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ഒരുക്കുന്നു. ആ പ്രേക്ഷകരെയും ഇതുമായി ബന്ധപ്പെടുന്നവരെല്ലാം നമുക്ക് പ്രത്യേകമായ ദൈവത്തിൽ സമർപ്പിക്കാം. എല്ലാവരും സുവിശേഷ പ്രഘോഷകരായി തീരുന്ന സന്തോഷത്തിൻ്റെ ഒരനുഭവത്തിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു.